പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ സന്തോഷം നൽകുന്ന വാർത്ത അറിയിപ്പുകൾ. 4800 രൂപ വരെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ്. ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വാർത്ത അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്ത അറിയിപ്പാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് ഇപ്പോൾ കുടിശ്ശികയൊക്കെ വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയും സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മുമ്പ് തന്നെ നടപടിക്രമങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ തുടങ്ങിയിരുന്നു. എങ്ങനെ ഇത് വിതരണം ചെയ്യും, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പെൻഷൻ തുക എങ്ങനെ വർദ്ധിപ്പിക്കും എന്നുള്ളത് നമുക്കേ ബന്ധപ്പെട്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ഒരു മാർച്ച് മാസത്തിൽ 1600 രൂപ കൂടാതെ 3200 രൂപ കൂടി ഒരുമിച്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം ഇത് സാമ്പത്തിക വർഷമാണ്, അതായത് സാമ്പത്തിക വർഷം അവസാനമാണ്, മാർച്ച് മാസമാണ് അതിൻ്റെ അവസാനം. ഈ ഒരു മാസത്തിൽ നമുക്ക് ഒരു മാസത്തെ 1600 രൂപ നമുക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരത്തെ തന്നെ ലഭിക്കുകയാണ്. ഇതുകൂടാതെ അടുത്ത മാസം തുടക്കത്തിൽ തന്നെയായിരിക്കും കൂടുതലായിട്ടുള്ള തുകയുടെ വിതരണം. അതായത് 3200 രൂപ കൂടി നേരത്തെ നമുക്ക് ലഭിക്കുമെന്ന് ചുരുക്കം. അതായത് വിഷു, ഈസ്റ്ററോടൊക്കെ അനുബന്ധിച്ച് തുക നേരത്തെ തന്നെ സാധാരണ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ നേരത്തെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പുകളാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം 1600 രൂപ ഈ മാസം അവസാനം ലഭിക്കുമ്പോൾ, അവസാനം എന്ന് പറയുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ ലഭിക്കും. ഇത് കൂടാതെ ഒരു 10-15 ദിവസത്തിനുള്ളിൽ തന്നെ 4800 രൂപ ഒരുമിച്ച് പൂർണ്ണമായിട്ടും 4800 രൂപ ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയാണ്. വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പാണ്. ഇന്ന് നമുക്കറിയാം ഈ ഒരു ക്ഷേമ പെൻഷൻ കൊണ്ട് തന്നെ ജീവിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഈ ഒരു തുകയൊക്കെ ഒരുമിച്ച് കൈകളിലേക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരായിട്ടുള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന മറ്റു മാർഗങ്ങളില്ലാത്ത ആളുകൾക്ക് ഇതൊരു വലിയ സഹായമാകും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മുഖ്യമന്ത്രി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യും, തുക വർദ്ധിപ്പിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട, ഉടനെ തന്നെ പെൻഷൻ തുകയിൽ വർധനവ് ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഇങ്ങനെയൊരു നടപടിക്രമം നമ്മൾ ഇതുവരെയായിട്ട് പ്രതീക്ഷിച്ചതില്ല. 4800 രൂപ, അതായത് ഈ ഒരു മാസം അവസാനത്തിന് മുമ്പാകെ തന്നെ 1500 രൂപ, അത് കഴിഞ്ഞ് 1600 രൂപ, അത് കഴിഞ്ഞ് 15 ദിവസത്തിനകം തന്നെ, അതായത് വിഷുവിനും ഈസ്റ്ററിനോടും ഒക്കെ മുമ്പായിട്ട് തന്നെ 3200 രൂപ കൂടി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്ക് എത്തിച്ചേരും. മുഴുവനായിട്ട് 4800 രൂപയാണ് നമുക്കൊരു 15-20 ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ പൂർണ്ണമായിട്ട് ലഭിക്കാൻ പോകുന്നത്. ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ്. ജനങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുമെന്ന് മാത്രമല്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. അവർക്ക് ഇത് അവരുടെ ചിലവുകൾക്കും ഹോസ്പിറ്റൽ ബില്ലുകൾക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രികളിൽ പോകാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുമൊക്കെ ഇതൊരു വലിയ സഹായമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്, ഒരു 3 മാസത്തെ 2 മാസത്തെ തുകയും 1 മാസത്തെ കുടിശ്ശികയും കൂടെ ചേർത്ത് 4800 രൂപ മാർച്ച് ഏപ്രിൽ മാസത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. അത് 2 തവണയായിട്ടായിരിക്കും ലഭിക്കുക. മാർച്ച് മാസത്തിൽ ഇപ്പോൾ ഉടനെ വിതരണം ഉണ്ടാവും. ഇതുകൂടാതെ 15-20 ദിവസത്തിനുള്ളിൽ ഒരു ഗഡുവും കൂടി വിതരണവും ചെയ്യും. 2 ഗഡു കൂടി